ഈശോയുടെ പൊന്നോണ പുലരിയെ കരമായി. ഈ വർഷം എല്ലാവരും ഓണത്തിന്റെ തിരക്കുകളിലാണ്. പക്ഷേ കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ വർഷത്തെ പോലെയും സുന്ദരമായ ഒരു ഓണം ഒരുക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. എന്നാൽ ഈ വർഷം നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഓണം ആഘോഷമാണ് നടത്താൻ പോകുന്നത്. ആ ഓണസദ്യ എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങളെ പോലെ ഞാനും ആകാംക്ഷവല്ലയാണ്. എങ്ങനെയാണ് അടുക്കളയിൽ കയറാത്തതും അടുപ്പ് കത്തിക്കാതെയും എങ്ങനെ ഒരു ഓണസദ്യ ഒരുക്കാമെന്ന് ഇവിടെ നമ്മളെ ഒരു കൂട്ടം അധ്യാപകർ പരിചയപ്പെടുത്തുന്നു. കോവിഡ് എന്ന മഹാമാരിയെ ലോകത്തിൽ നിന്നും തുരത്തി ഓടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും നമ്മൾ ഈ ഓണസദ്യ സമർപ്പിക്കുന്നു. അതോടൊപ്പം കൊച്ചു കുട്ടികളെ എങ്ങനെ ഓണസദ്യ കൂട്ടാം, ആരോഗ്യപരമായി അവരെ എങ്ങനെ ഓണം എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിപ്പിക്കാം എന്നും നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരികയാണ്. ആരാണ് നമുക്ക് ഈ മനോഹരമായ ഓണസദ്യ ഒരുക്കി തരുന്നത്? മനോഹരം മാത്രവുമല്ല, പോഷക സമൃദ്ധവുമാണ് ഇന്നത്തെ ഈ ഓണസദ്യ. ഈ ഓണസദ്യ നമുക്കായി ഒരുക്കുന്നത് ഒരു കൂട്ടം അധ്യാപകരാണെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ആരാണ് ഈ ഒരു കൂട്ടം അധ്യാപകർ? BR സെൻട്രൽ സ്കൂളിലെ കിൻഡർ ഗാർഡൻ വിഭാഗത്തിലെ അധ്യാപകരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കുമായി ഈ പോഷക ആഹാര സദ്യ ഒരുക്കുന്നത്. നമുക്ക് സദ്യയിലേക്ക് കിടക്കാം. ആദ്യമായി സദ്യ തുടക്കം പച്ചടിയിലൂടെ ആകും. അതിനായി ഞാൻ കിൻഡർ ഗാർഡൻ സെക്ഷനിലെ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ശില്പാമി, ടീച്ചർ എന്താണ് ഇവിടെ കുട്ടികൾക്കായി ഒരുക്കാൻ പോകുന്നത്? ഇന്ന് ഞാനിവിടെ ഒരുക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. അപ്പോൾ പച്ചടിക്ക് വേണ്ടത് നമുക്ക് തൈര്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്. ഇനി നമുക്കിത് തയ്യാറാക്കേണ്ട വിഭവം നോക്കാം. ആദ്യം തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതെടുക്കുക. അതിൽ നമുക്ക് സലാഡിന് ആവശ്യമായിട്ടുള്ള, പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികളെല്ലാം കഴിക്കും. താങ്ക് യു. തക്കാളി പച്ചടി റെഡി. നമ്മൾ പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വേണ്ടുന്നത് തോരനാണ്. റിനി മിസ്, ടീച്ചർ എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനിവിടെ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ളത് ക്യാബേജ്, കുറച്ച് ക്യാബേജ് അരിഞ്ഞത്, തേങ്ങ, ഒരു പച്ചമുളക്, ഉപ്പ്. ആദ്യം മിക്സ് ചെയ്യുക. ഇത് കാണുമ്പോൾ അമ്മമാർക്കെല്ലാം സന്തോഷമാണ്. എത്ര പെട്ടെന്നാണ് ഒരു തോരൻ റെഡിയായത്. മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. കാരണം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അത്രയും സമയം വെച്ചിരിക്കുന്നത്. താങ്ക് യു ടീച്ചർ. നമ്മുടെ പച്ചടിയും തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? അവിയലാണോ വരുന്നത്, അതോ വേറെ പലതരം തോരനുകളാണോ, എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞു ഒരു പുതിയ തരം സലാഡ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞു. എനിക്കറിയില്ല എങ്ങനെയാണ് അത് ചെയ്യുക എന്ന്. നമുക്ക് ആ ടീച്ചറിനെ ആ സലാഡ് ഉണ്ടാക്കാനായിട്ട് വിളിക്കാം. ബിന്ദു മിസ്, ടീച്ചറിന് എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? വളരെ പോഷകസമൃദ്ധമായ ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് കുറച്ച് മുളപ്പിച്ച ചെറുപയർ എടുക്കാം, കുറച്ച് ക്യാരറ്റ് എടുക്കാം, അതിനുശേഷം കുറച്ച് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. ഇത് വളരെ നമ്മുടെ അടുത്ത വിഭവം ഒരു അച്ചാറാണ്. അച്ചാറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നാരങ്ങയോ മാങ്ങയോ ഇഞ്ചിയോ ഒന്നുമല്ല ഈ അധ്യാപിക അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? നമുക്ക് ടീച്ചറിനോട് തന്നെ ചോദിക്കാം. എന്താണ് ടീച്ചർ ഉണ്ടാക്കുന്ന അച്ചാറിന്? ആൻസർ. ടീച്ചർ ഇന്ന് അച്ചാറിനായിട്ട് എന്താണ് വെച്ചിരിക്കുന്നത്? ഇന്ന് തക്കാളിയാണ്. തക്കാളി വെച്ച് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം അതാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് തക്കാളി എടുക്കുക, കുറച്ച് ഉലുവ പൊടിച്ചത്, ബീട്രൂട്ടും പച്ചമുളകും അരച്ച് ചേർത്തതാണ്, 2 നാരങ്ങ. അപ്പോൾ ആദ്യം
വെച്ചാൽ ഇത് ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. തക്കാളിയാണ്, നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല, വേറെ ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. മുളകിന് പകരം മുളക് പൊടിക്ക് പകരം നമ്മൾ ബീട്രൂട്ടും പച്ചമുളകും മിക്സ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. വലിയ എരിവൊന്നുമില്ല. നമുക്ക് കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരിവ് ചേർക്കാം. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സാലഡ് ആയിരിക്കട്ടെ. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ കുക്കുംബറൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. തൈരൊക്കെ ആഡ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ടീച്ചറിനോട് തന്നെ ചോദിക്കാം. സുകന്യ മിസ്, ടീച്ചർ ഈ സാലഡിന് വേണ്ടി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക, തക്കാളി, ക്യാബേജ്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് പച്ചമുളകും നാരങ്ങയും ഇച്ചിരി കുരുമുളകും എടുത്തിട്ടുണ്ട്. പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് ഒരു സാലഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മധുരമുള്ളൊരു വെറൈറ്റി സാലഡ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ സ്വപ്ന മിസ് പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവർക്കും. ഇത് എന്തൊക്കെയാണ് ഈ മധുരമുള്ള സാലഡ്? വീട്ടിൽ കഴിയുന്നത് പച്ചറിയുന്നത്, നാരങ്ങ ഒരു പീസ്, തേൻ. തേൻ എന്തായാലും ഉണ്ട്, മധുരം ഉറപ്പായിരിക്കും. പ്രധാനമായത് തേനാണ്. എന്തായാലും ഇതിന് നല്ല മധുരമായിരിക്കും. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. ഇതിനിപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാവരും തന്നെ ഇനിയും വേണം എന്ന് പറയും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അപ്പം ഞാൻ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. എനിക്ക് തയ്യാ പച്ചടി, സാലഡ് എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവം ഇതുവരെ എത്തിയിട്ടില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും, എനിക്കും ഊഹിക്കാൻ കഴിയും. ഇതെല്ലാം വന്നു കഴിഞ്ഞു. എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സാധനം ഇനി വരാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത് അല്ലേ? ഇവിടെ ചോറ് എന്നത് ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ രഞ്ജന മിസ്സിനെ വിളിക്കുന്നു. രഞ്ജന മിസ്, ഇതിവിടെ ഏത് രീതിയിലാണ് ഈ ചോറ് ഒരുക്കുന്നത്? നമ്മൾ സാധാരണ അരി ഉപയോഗിച്ചാണല്ലോ ചോറ് വയ്ക്കാം. ഇത് നമ്മൾ അവലാണ് ഉപയോഗിക്കുക. അവന് പലതരമുണ്ട്. പിന്നെ റാഗിയുടെ അവലുണ്ട്, ഗോതമ്പിൻ്റെ ഉണ്ട്, അരിയുടെ ഉണ്ട്. ഞാനിവിടെ അരിയുടെ അവലാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇത് സാധാരണ വെള്ളം കൊണ്ടും നനയ്ക്കാം. പക്ഷെ ഞാനിതിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അത് ചെറുതായിട്ട് നമ്മൾ നനച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ അത് കുതിർന്ന് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ ചേർക്കാം. അപ്പം ഞാനിവിടെ ചേർത്തേക്കുന്ന വെജിറ്റബിൾ ക്യാരറ്റാണ്. ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ലേശം കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൈയൊക്കെ നല്ല ശുചിയായിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ നമുക്ക് 10 ദിവസവും 10 തരത്തിലുള്ള അവിൽ കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിനി പുതിയ ഒരു അവിൽ തന്നെ മറ്റൊരു ഇതിൽ നിന്ന് കിട്ടിയത്, വേറെ ഏതോ ഒരു ഗോതമ്പോ റാഗി അതുപോലെ തന്നെ അരി തന്നെ പലതരത്തിലുണ്ട്. ഇതിൽ നിന്നെല്ലാം അവിലുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ടീച്ചർ മറ്റൊരു അരിയിൽ നിന്ന് അവിലുണ്ടാക്കി അത് നമുക്ക് ചോറാക്കി തരികയാണ്. അതിനുവേണ്ടി ടീച്ചർ വെറൈറ്റിയായ മറ്റു പല സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ടീച്ചറിനെ ക്ഷണിക്കാം. എങ്ങനെയാണ് ടീച്ചർ ചോറ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നോക്കാം. ഒരു ടീച്ചർ ഇതിനാണ് ഇന്ന് അതിൽ ചോറിന് എന്തൊക്കെയാണ്? ഞാനിന്ന് ചെമ്പ അവലാണ് എടുത്തിരിക്കുന്നത്. ചെമ്പ അവലും അതേപോലെ തന്നെ തേങ്ങ അതിനകത്ത് മിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ കരിക്കിൻ്റെ ഇളം കരിക്ക് വെള്ളം, അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാബേജും നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാവുന്നതാണ്.
ഒരുപാട് വെജിറ്റബിൾ എല്ലാം ചേർത്ത ഒരു ചോറാണ്, അവിൽ ചോറാണ് ടീച്ചർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അവൽ ചോറ് റെഡിയായിട്ടുണ്ട്. അവൽ ചോറ് കഴിക്കാം. 2 തരം ചോറായി. ഇനിയും ചോറുകൾ പലതരം ഉണ്ടെന്ന് നമുക്കറിയാം. താങ്ക് യു ടീച്ചർ. ഇത്രയും പോഷകസമൃദ്ധമായ ആഹാരം കഴിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കും നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഡൈജഷനൊക്കെ കറക്റ്റായിട്ടൊക്കെ നടക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റം ആരാണ് എന്താണ് കൊണ്ടുവരുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ജൂബി മിസ്സിനെയാണ് ക്ഷണിക്കുന്നത്. മിസ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാലാണോ ഒഴിച്ചു ചെയ്തത്? അല്ല, പാലല്ല, ഇത് തൈരാണ്. ദഹനത്തിന് നല്ലതായിട്ടുള്ളൊരു ആഹാരമാണ് തൈരെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശരീരത്തിന് എല്ലാത്തിനും തണുപ്പ് നൽകുന്നതുമാണ് തൈര്. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ളതുമാണ് തൈര്. അപ്പം നമ്മൾ ഇത്രയും വിഭവങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി തൈര് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്പം തൈര് എടുത്ത് പഞ്ചസാര ആഡ് ചെയ്ത് ഒരു മധുരമായിട്ട് അങ്ങനെ എല്ലാം തൈരെടുത്ത് അല്പം പച്ചമുളക് ഇടുക, അല്പം കരിവേപ്പിലയും കൂടി ഇട്ടുക, ദെൻ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. രീതിയിൽ നമ്മൾ ഇവിടെ തയ്യാറാക്കാം. ഒന്ന് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓണസദ്യ ഏകദേശം എല്ലാം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഐറ്റമുണ്ട്, ഒരു സാധനമുണ്ട്. എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പലതരത്തിലുള്ള പായസം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, നമ്മൾ ആദ്യമേ ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എല്ലാവരോടും, ഇവിടെ അടുക്കളയിൽ നമ്മൾ കയറുന്നില്ല, അതുപോലെ മറ്റ് ഒരു രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊന്നുമില്ലാതെ അടുപ്പ് കത്തിക്കാതെ എങ്ങനെയായിരിക്കും ഒരു പായസം ഉണ്ടാക്കുന്നത്? നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷാഭരിതയാണ് എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ. അതിന് ആ പായസം ഉണ്ടാക്കാൻ തയ്യാറായി DRM സെൻട്രൽ സ്കൂളിലെ മുതിർന്ന അധ്യാപിക ലീലാമ്മ മിസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ലീലാമ്മ മിസ്സിനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ പായസം പ്രിപ്പയർ ചെയ്യുന്നത്. വെൽക്കം ടു ലീലാമ്മ മിസ്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പായസം കഴിക്കാൻ അല്ലേ? മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അമ്മമാരോട് കുഞ്ഞുങ്ങൾ എപ്പോഴും പായസം ഉണ്ടാക്കിത്താന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കരമായിട്ട് അതിനകത്തിൽ സമയം എടുക്കണം. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇൻസ്റ്റൻ്റായിട്ട് വിതിൻ 5 minutes യു ക്യാൻ പ്രിപ്പയർ പായസം. ദാറ്റ് ഐ വിൽ ഷോ. പായസം ഉണ്ടാക്കാൻ കുക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പഴമാണ്. പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഉടയ്ക്കുക. ഇങ്ങനെ ഉടച്ചതാണ് ഇത്. 2 പഴം എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ശർക്കര ചെറുതായിട്ട് ചിരണ്ടി ഇട്ടിട്ടുണ്ട്. അത് പിന്നെ നട്ട്സ്, കാഷ്യൂ, ദെൻ ഗ്രേപ്സ്, ക്രിസ്മസ്. ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും. ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ഇത് 5 minutes കൊണ്ട് റെഡിയാക്കാം. പഴം ഉടച്ച് വെച്ചതിനകത്തോട്ട് നമുക്ക് സ്പൂണിന് കോരി കുടിക്കത്തക്ക രീതിയിൽ ഇത് കാണുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വിതിൻ 5 minutes യു ക്യാൻ പ്രിപ്പയർ. ഇപ്പം പായസം എനിക്ക് തന്നില്ല. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം.
ഈ ഒരു പായസം ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദി. അങ്ങനെ ഇവിടെ നമ്മുടെ ഓണസദ്യ പൂർണ്ണമായിരിക്കുകയാണ്. അടുക്കളയിൽ കയറാത്ത ഒരു ഓണസദ്യ, പച്ചക്കറികൾ വേവിക്കാതെ എടുത്തിരിക്കുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് BRM സെൻട്രൽ സ്കൂളിലെ കിൻഡർ ഗാർഡൻ സെഷന്റെ ടീച്ചേഴ്സ്, അധ്യാപകർ ഈ ഒരു ഓണസദ്യ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതിലെന്തോ ഒരു കുറവ് കാണുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിനകത്ത് ഒരെണ്ണം കുറവുണ്ട്. അത് നമ്മുടെ പഴമാണ്. അപ്പോൾ പഴം ഞാൻ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും, മുതിർന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഈ പഴം ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണസദ്യ പൂർണ്ണമായിരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. കുട്ടികൾക്ക് ഇത് ഓണത്തിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നല്ലത് മാത്രം വരട്ടെ.